കാത്തിരിക്കുകയാണ്. ഞങ്ങൾ 8 മണി തൊട്ട് കാത്തിരിക്കണം. ഞങ്ങളെ ജോലിയും കളഞ്ഞിരിക്കുകയാണ് സഖാവിനെ ഒന്ന് കാണാൻ. ഇത് ഒയിര കരമന അവിടെ നിന്ന് ഞങ്ങൾ ചോദിച്ച് വാങ്ങിച്ചതാണ് ചുവപ്പ്. ഞങ്ങളെ സഖാവിന്, ഞങ്ങളെ പ്രിയപ്പെട്ട സഖാവിന് കൊടുക്കാൻ ഞങ്ങൾ വാങ്ങിച്ചതാണ്. ഉറച്ച വിശ്വാസത്തോടെ പറയണം നമ്മളെ സഖാവ് ജയിക്കും. ഓരോ ദിവസവും സ്വീകരണത്തിന്റെ ആധിക്യവും ജനത്തിന്റെ പിന്തുണയും വർദ്ധിച്ചു വരിക. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഇപ്പം നമ്മൾ വന്ന സർക്കാർ കോളനിയിലാണ്. അതിനപ്പുറത്ത് വളരെ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന വീടുകളാണ്. ഒരുപോലെ ആവേശമാണ്. അത് ഒരു ചെറിയ കാര്യമല്ല. അത് തിരുവനന്തപുരം സിറ്റിയിൽ, ഈ സിറ്റിയിൽ സാധാരണഗതിയിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുള്ളൊരു പിന്തുണയില്ലേ, ആ പിന്തുണയേക്കാളും കൂടുതൽ ജനങ്ങൾ ഈ പരിപാടിയെല്ലാം ഉണ്ട്. ജനങ്ങളെക്കാൾ വലിയൊരു കോടി നമുക്കില്ല. എത്ര കോടീശ്വരന്മാരുണ്ടായാലും ജനങ്ങൾ എന്ന് പറയുന്ന ആ വലിയ സമൂഹമില്ലേ, ആ സമൂഹത്തിൻ്റെ ആ ശക്തിയും കോടീശ്വരന്മാർ ശക്തി തമ്മിൽ ഒരിക്കലും തുലനം ചെയ്യാൻ കഴിയില്ല. രണ്ടും രണ്ടാണ്. ജനങ്ങളാണ് ഈ രാജ്യത്തെ വിധികർത്താക്കൾ. ഏത് കോടീശ്വരനെയും ജനങ്ങൾ വരവരഞ്ഞു നിർത്തും. ഈ നാട് ഒരുപാട് കളി കണ്ട നാടാണ്, ഒരുപാട് തെരഞ്ഞെടുപ്പ് കണ്ട നാടാണ്. ആ നാട്ടിൽ ജനങ്ങൾ എന്ന് പറഞ്ഞ കൃത്യമായ നിലപാടുള്ള ജനങ്ങളാണ്. അവർ ആ നിലപാട് ഇടതുപക്ഷത്തിന് അനുകൂലമായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല. ഓരോ സ്വീകരണ കേന്ദ്രത്തിലും പന്ന്യൻ രവീന്ദ്രന് ആവേശോജ്വലമായ സ്വീകരണമാണ് ലഭിക്കുന്നത്. ക്യാമറമാൻ വിച്ചു പൂവച്ചനൊപ്പം നിർമ്മൽ ചക്രവർത്തി, കൈരളി ന്യൂസ്.